ഇന്ത്യയും റഷ്യയും രൂപ റൂബിൾ വിനിമയ കരാർ സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ ഒരു പുതിയൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ചരിത്രപരമായ ഒരു നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ്. ദീർഘകാലത്തെ ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം സുഗമമാകുന്നതിനായി രൂപ റൂബിൾ വിനിമയ നിരക്ക് ഔദ്യോഗികമായി ഫൈനലൈസ്ഡ് ചെയ്തിരിക്കുന്നു. 2025 ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യൻ സന്ദർശന വേളയിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായത്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കറൻസി മാറ്റമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തിൽ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തിന് ഇന്ത്യ നൽകുന്ന ശക്തമായ ഒരു മറുപടി കൂടിയാണ്. എന്താണ് പുതിയ വിനിമയ സംവിധാനം എന്ന് നോക്കിയാൽ, ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഒരു സെമി ഫ്ലോട്ടിംഗ് വിനിമയ നിരക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിമാസ പുതുക്കൽ ഉണ്ടാകുന്നു. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് ഓരോ മാസവും ഈ നിരക്ക് പുതുക്കി നിശ്ചയിക്കും. RBI അംഗീകരിച്ച പ്രത്യേക വോസ്ട്രോ അക്കൗണ്ടുകൾ വഴിയായിരിക്കും ഇടപാടുകൾ നടക്കുക. ഇതുവരെ മൂന്നാമതൊരു കറൻസി, പ്രധാനമായി ഡോളർ അല്ലെങ്കിൽ ദിർഹം വഴിയായിരുന്നു ഇടപാടുകൾ നടന്നിരുന്നത്. ഇനി മുതൽ ഇന്ത്യൻ ഇറക്കുമതിക്കാർ രൂപയിലും റഷ്യൻ കയറ്റുമതിക്കാർ റൂബിളിലും നേരിട്ട് പണം കൈമാറാം. സാമ്പത്തിക നേട്ടങ്ങൾ നോക്കിയാൽ, കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിലവിലെ കണക്കനുസരിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം ഏകദേശം $69 ബില്യൺ അടുത്തെത്തിയിട്ടുണ്ട്. ഇതിൽ പുതിയ കറൻസി കരാർ ഇരു രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക ലാഭമാണ് നൽകാൻ പോകുന്നത്. ഭീമമായ ലാഭം ലഭിക്കാൻ പോകുന്നത് ഡോളർ വഴി വ്യാപാരം നടത്തുമ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇനത്തിൽ 4% മുതൽ 5% വരെ അധിക തുക നൽകേണ്ടി വന്നിരുന്നു. പുതിയ സംവിധാനത്തിലൂടെ പ്രതിവർഷം ഏകദേശം 30,000 കോടി രൂപ ലാഭിക്കാൻ ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾക്ക് സാധിക്കുന്നു. നിലവിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് $64 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ തിരിച്ച് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് കേവലം $5 ബില്യൺ ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. പ്രാദേശിക കറൻസിയിൽ ഇടപാടുകൾ നടത്തുന്നതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുകയും കയറ്റുമതി $35 ബില്യൺ ഉയർത്താൻ സാധിക്കുമെന്നും നമ്മൾ കരുതുന്നു. കയറ്റുമതിയിലെ പുതിയ സാധ്യതകൾ നോക്കിയാൽ, ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 300ഓളം ഉൽപ്പന്നങ്ങളുടെ പട്ടിക കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രധാന മേഖലകൾ ഇവയൊക്കെയാണ്. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ. റഷ്യയുടെ വലിയൊരു വിപണി ചൈനയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഈ മേഖലയിൽ ഇന്ത്യക്ക് വലിയ അവസരങ്ങളുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ. റഷ്യൻ മരുന്ന് വിപണിയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ വിശ്വാസവും സ്വീകാര്യതയും ലഭിക്കുന്നു. കൃഷിയും കെമിക്കലുകളും. കാർഷിക ഉൽപ്പന്നങ്ങൾക്കും രാസവസ്തുക്കൾക്കും റഷ്യയിൽ വലിയ ഡിമാൻഡാണ്. ഈ നീക്കം ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്നത് എന്തുകൊണ്ടെന്നാൽ ഉപരോധങ്ങളെ മറികടക്കുന്നു എന്നതാണ്. ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളെ ഫലപ്രദമായി മറികടക്കാൻ ഇന്ത്യക്ക് ഈ കരാറ് വഴി സാധിക്കുന്നു. കൂടാതെ ലോകത്തെ വലിയൊരു സമ്പദ് വ്യവസ്ഥയായ റഷ്യയുമായി സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തുന്നത് ഇന്ത്യൻ രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണത്തിന് വലിയ ഊർജം നൽകുന്നു. 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ എത്തിക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പുടിനും ലക്ഷ്യമിടുന്നത്. ഈ കരാർ ആ ലക്ഷ്യത്തിലേക്കുള്ള വേഗത വർദ്ധിപ്പിക്കും. അമേരിക്കൻ ആധിപത്യമുള്ള ആഗോള സാമ്പത്തിക സംവിധാനത്തിന് പകരമായി ഒരു സ്വതന്ത്ര സംവിധാനം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യ ഒരു നിർണായക പങ്ക് ഇപ്പോൾ വഹിക്കുകയാണ് എന്നു തന്നെ പറയാം. ഇതുകൊണ്ട് തന്നെയാവാം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യയോട് ഇത്രയും ശത്രുതാ മനോഭാവം. രൂപ റൂബിൾ വിനിമയ നിരക്ക് പ്രായോഗികമാകുന്നതോടെ ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് റഷ്യൻ വിപണിയിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയും വളർച്ചയും ഒരേപോലെ ഗുണകരമാണ്. ഇന്ത്യയെ പോലെ മറ്റു രാജ്യങ്ങളും ഡോളർ ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ ആഗോള സാമ്പത്തിക ക്രമം എങ്ങനെ മാറുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് അത് അറിയാൻ അതിയായ താല്പര്യമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ്, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ.